ഒരു മാസിഡോണിയൻ നാടോടി കഥയെ ആസ്പദമാക്കി ശ്രീ ONV കുറുപ്പ് രചിച്ച അമ്മ എന്ന ഒരു കഥാകാവ്യം. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9ഉം ഒന്നിച്ച് വാണിരുന്നു. കല്ലുകൾ ചെത്തി പടുക്കുമ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമിർപ്പും. ഒരു കിണർ കിനിയുന്ന നീരാണല്ലോ കോരിക്കുടിക്കാൻ കുളിക്കുവാനും. 9 അറകൾ വെവ്വേറെ അവർക്ക് അന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. ചെത്തിയ കല്ലിൻ്റെ ചേലു കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ ആ കൈവിരുത് പുകഴ്ത്തുമാരും. അൻപുകൾ ഏതിനും മീതയല്ലോ. കൊട്ടാരം കോവിൽ കൂത്തമ്പലവും കോട്ട മതിലും മതിലകത്തെ. കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ. അഴകും കരുത്തും കൈകോർത്തതത്രേ. 9 കല്ലുകൾ ചേർന്നൊരു ശില്പഭംഗി തളിർത്ത പോലെ. 9 കൽപ്പണിക്കാരവർ നാരിമാർ 9ഉം ഒന്നിച്ചു വാണിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി. 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. കല്ലിനും മീതെയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയെന്തേ ഇക്കുറി വല്ലായ്മയാർന്നു പോയി. ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും കല്ലുകൾ മാറ്റി പടുത്തു നോക്കി. കയ്യുകൾ മാറി പണിഞ്ഞു നോക്കി. ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി. ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്താണെവിടെയാവോ ഭിത്തിയുറയ്ക്കുന്നീലൊന്നുകൊണ്ടും. എന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കെ വെളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ. അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിലുറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. 9 ഉണ്ടത്രേ പ്രിയവധുക്കൾ അൻപിയെന്നോരവരൊന്നുപോലെ. ക്രൂരമാമീ ബലിക്കായതിൽ നിന്ന് ആരെയൊരുവളെ മാറ്റി നിർത്തും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നോൻ തെല്ലൊരുറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്ത് കഞ്ഞിയുമായി വന്നെത്തിടുന്നവൾ ആരുമാട്ടെ അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളിപ്പണിക്കാർ തന്മാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും 9 പേരുമപ്പോൾ സ്വന്തം വധൂമുഖം മാത്രമോർത്തു. അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർപ്പുതിർന്നുപോയി. 18 കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു. തങ്ങളിൽ നോക്കാനുമായിടാതെ എങ്ങോ മിഴി നട്ടു നിന്നവരും
ഉച്ചവെയിലിൻ തിളച്ച കഞ്ഞി പച്ചില തോറും പകർന്നതാരോ? ആ കഞ്ഞി പാർന്നതിൻ ചൂടുതട്ടി പച്ചത്തലപ്പുകളൊക്കെ വാടി. കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട വരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്ത് തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ? മണ്ടിക്കിതച്ചു വരുന്നതാരോ? മൂക്കിന്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പുതുള്ളി. മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്ക് കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. 9 പേരവർ കൽപ്പണിക്കാർ, 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിൽ ഒരു വെള്ളിടി മുഴങ്ങി. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു. ഒറ്റ തൊടുകറി കൂടെ വെച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തെയാണെന്ന് ഓർക്കുവാനാസതിക്കായതില്ല. ഓർക്കാപ്പുറത്താണാ ശനിപാദം, ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനം കണ്ണ് തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കയ്പും മധുരമാക്കി. കൂടെ പൊറുത്ത പുരുഷനോടും കൂടപ്പിറപ്പുകളോടുമായി ഗദ്ഗദത്തോടു പൊരുതിടുമ്പോൾ അക്ഷരമോരോന്നുമൂന്നിയൂന്നി അന്തിമം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കും ഒന്നെനിക്കുണ്ട് ഒരാഗ്രഹം കേട്ടുകൊള്ളുവിൻ. കെട്ടി മറക്കല്ല എൻ പാതി നെഞ്ചം, കെട്ടി മറക്കല്ല എൻ്റെ കയ്യും. എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ.